ഹായ് ഹാൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോ ഡേ ഇൻ മൈ ലൈഫ്. അത് ഇന്നെന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. പിന്നെ മലയാളത്തിലാക്കുന്ന ഞാൻ വേരിലല്ല. പിന്നെ അങ്ങനെ ഞാനിപ്പോൾ ചായ കുടിക്കാൻ പോകുന്നു. ഞാൻ നിസ്കാരം ഇതെല്ലാം ഫ്രഷപ്പെല്ലാം കഴിഞ്ഞ് അതെല്ലാം കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ ചായ കുടിക്കുന്നത് കാണിക്കാം. അതിൻ്റെ പിന്നെ എന്തെല്ലാമെന്ന് കാണിക്കാം. പണിയുണ്ടോ, ക്ലീനിങ് എല്ലാം ഉണ്ടോ അതെല്ലാം ആക്കണോ, പിന്നെ കിടാവ് എണിപ്പിക്കണോ, അവൾക്ക് ഫുഡ് കൊടുക്കണോ, അതെല്ലാം ഡെയിലി ഉള്ള പണി തന്നെ. പിന്നെ ഞാൻ ഇന്നത് പിന്നെ മലയാളത്തിൽ വ്ളോഗ് എടുക്കുന്നു. ഞാൻ ഇത് വേരിലല്ല. ഇന്നത്രത്തോളം കഴിയുന്നത്രത്തോളം ഞാൻ മലയാളത്തിൽ വ്ളോഗ് എടുക്കാൻ നോക്കുന്നു. പിന്നെ മലയാളം കടുക്കല്ല, നമ്മളെ കാസർഗോഡ് കണ്ണൂരിൻ്റെ മലയാളമല്ല, നമ്മളെ ഈ മലയാള ഇപ്പോഴത്തെ സ്റ്റൈലിൻ്റെ മലയാളം അതിലെടുക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എല്ലാവരും സപ്പോർട്ട് വേണം. ബൗടെ ബാ. അങ്ങനെ എന്താക്കുന്നു, ചായ കുടിക്കാൻ ചിലട്ട് പോയിട്ടാകുമ്പോൾ എണിച്ചിട്ടിരുന്നിന് ഓളെ വിളിക്കുന്ന കേൾക്കുന്നത്. പിന്നെ ഞാൻ ചായ കുടിക്കുന്നപ്പോൾ എന്താക്കി നോക്കും, പാളും ബ്രെഡ് എടുത്തുകൊണ്ട് വന്ന് നാഷ്ട ആവണം. നാഷ്ട ആക്കണമെന്നായെങ്കിൽ ഓളെ ഫസ്റ്റ് എന്തെങ്കിലും ഓളെ ബാറ്റൊക്കെ ഫുഡാക്കി കൊടുത്തിട്ട് വേറെ കിട്ടിയാക്കണം. ഇല്ലെങ്കിൽ ഒക്കെ ആരെയും പഴിച്ചിട്ട് എന്തോ ഒന്ന് വിറ്റോണ്ട് പോയിക്കൊണ്ട് എന്തോ ഒരു കത്തിരിച്ചാണ് കാണും. അപ്പോൾ എന്നിപ്പോൾ അതാവണം. എണിച്ചെങ്കിൽ ഇത് അവസ്ഥ കണക്ക് എൻ്റെ പണിയെല്ലാം ലേറ്റാണ്. എന്തുവാന്നില്ല അങ്ങനെ ഇന്ന് ബേം ഇറങ്ങി നല്ലതായിട്ട്. ബേം ഇറങ്ങി ബേ എണിക്കുന്നു. പിന്നെ അതാ ഞങ്ങളെ പുറത്ത് ഒരു ഗസ്റ്റ് വന്നിനി. ഗസ്റ്റ് മുണ്ടി കൊണ്ടുണ്ട്. എന്തായി, ചായ കുടിച്ചിട്ടായാ നിനക്ക്? ഹലോ, ഇതോടൊന്ന് വരുന്നറിയാലോ. എപ്പം നോക്കുമ്പോൾ ഇവിടെ തന്നെ ഇരിക്കുന്നു, ഇവിടെ തന്നെ പറഞ്ഞു വന്നിട്ട് എൻ്റെ മീ തന്നെ ഇരിക്കുന്നു. അതൊരു പേർഷ്യൻ കാറ്റ് പല സെക്ക് പല നടക്കത് കാണാൻ. അത് ഓടുന്ന് വരുന്നറിയാല, അത്ര ക്ലീനില്ല. അങ്ങനെയാണ് ഒരു സെക്കാണ്. ആരും പരല് പോറ്റുന്നില്ല. അത് പിന്നെ മടക്കിയിട്ട് വിട്ടപ്പോൾ കേട്ട് കിടന്ന്. ഞാൻ പരല് പോറ്റെന്ന് പറയും ക്ലീന് വെക്കുന്നവരല്ലേ. ഇതിങ്ങനെ അടക്കുന്നത് കൊണ്ട് ഗലീച്ച് പല ഉണ്ട്. വറുത്ത് പോയിട്ടില്ലല്ലോ പോയിട്ട് വരുന്ന സെക്ക് പലാണ്. അങ്ങനെ അത് ഉടനെ ഇരിക്കുന്നു. എനക്കത് സെക്കാണ്. അങ്ങനെ ഇതിൽ എനിക്ക് കാറ്റ് ഇഷ്ടം തന്നെ. ഇതൊരു എന്തോ ഒരു പൊരലൗത്തിൻ്റെ ഉള്ളിൽ ഒരു പോറ്റുന്നെങ്കിൽ അവർക്ക് ക്ലീൻ ആക്കുന്നു. ഇതിപ്പോൾ പുറത്തിൽ ഇളക്കിയിട്ട് പോറ്റുന്ന കൊണ്ട് ഒരു ഗലീജ് പോലെ ഉണ്ട്. അത്ര ഒരു ക്ലീൻ ഇല്ല ഈ പൂച്ച. അങ്ങനെ എനക്കത് സെക്കാണ്. ഞാൻ പയച്ച്. പിന്നെ ഞാനിവിടെ പോറ്റുന്നില്ല, എനക്ക് പോറ്റാൻ കൊണ്ടില്ല. എൻ്റെ കിടാവ് അതിനെ പിടിച്ച് പാചകം കയറ്റി വെക്കും. പിന്നെ അതിൻ്റെ മുടിയെല്ലാം കിടാൻ്റെ കയ്യിലുണ്ടാവും. പിന്നെ അപ്പുറത്തുണ്ട് ഒരേൽ കാറ്റ്, അതിൻ്റെ അതിൽ ഇതാക്കുന്നു ഞാൻ. അത് രണ്ടുണ്ട്. അതിൻ്റെ ഭയങ്കര ഇഷ്ടം എനിക്ക്. ഭയങ്കര കളിപ്പിക്കുന്നതിനെ. അതവർ പൊരൽ പൊട്ടുന്ന കൊണ്ട് ക്ലീൻ ഇരിക്കുന്നു. എൻ്റെ അത്ര ക്ലീൻ ഒന്നില്ല. അങ്ങനെ അങ്ങനെ നാഷ്ട ചെയ്യാനാവണോ അതൊക്കെ. അതാന്ന മുന്നേ ഓക്കൊരു ബ്രെഡ് ഒരു പാളും കുടിപ്പിക്കാം. അല്ലെങ്കിൽ നാഷ്ട എടുത്തോളോക്ക് പയിച്ചിട്ടിരിക്കുമ്പോൾക്ക് ഞമ്മക്കൊരു ബേജാർ. അങ്ങനെ ഞാൻ അതേം കൊടുക്കുന്നവർക്ക് ഫസ്റ്റിന് ബിയർ എടുത്തോണ്ട് വന്നിനി. അതിനെ തിന്നാതെ വന്നിട്ട് കളിക്കുന്നു. തിന്നില്ലേ, എൻ്റെ മടിയിലിരിക്കുന്നില്ല, കയ്യിൽ തട്ടിയെങ്ങും നിൽക്കുന്നില്ല, തുള്ളിയിട്ട് കീറുന്നില്ല. അല്ലെങ്കിൽ പുറത്തൊക്കെ വന്നിട്ടിരുന്നെങ്കിൽ അങ്ങനത്തെ ഒരവസ്ഥ. ഓക്ക് ഫുഡ് തിന്നു ഞാൻ പുറത്തൊക്കെ വന്നിരിക്കുന്ന, അല്ലെങ്കിൽ ഇവിടെ തിന്നൂന്ന് ചെല്ലിട്ടല്ല കണ്ടിട്ട് ഓളെ പണി തന്നെ. ഓ വന്നിട്ട് കീഞ്ഞിട്ട് വേണ്ട ഒന്ന് കീയാൻ നോക്കുന്നു താത്തക്ക്. ഇങ്ങനെ ബാ പോയി ഞമ്മോടെ ഇത് തിന്നു പോയിമ്മ. എപ്പോൾ എൻ്റെ പണിയിലേട്ട് തന്നെ ഇങ്ങനെയാണെന്ന് കൊണ്ട് അങ്ങനെ ഞാൻ ഉള്ള വൃത്തിയുള്ള കൊണ്ട് നടക്കുന്നു. ആരും ഇല്ലാത്ത കൊണ്ടും എല്ലാം ഉണ്ടെങ്കിൽ പിന്നെ അവർക്ക് വേണ്ടി ടൈമിലാക്കി കൊടുക്കുമ്പോൾ ഞമ്മക്ക് അതെല്ലാം ആക്കാനാവുന്നില്ല. ഇനി എപ്പോൾ ഉപയോഗിച്ചിട്ടിരുന്നിരുന്നു. ഓ ആയ് അയാൾക്ക് ഇങ്ങനെ ആക്കുന്നു. ഇങ്ങനെ വിചാരിക്കും ഇത്ര തുണിയല്ലോ എന്ത് ഇത് എന്നൊക്കെ. തുണിക്കകം തന്നെ ഇല്ല. ഞാൻ വാഷിംഗ് മെഷീനിൽ ഇടുന്നത് 4 നാൾക്കൊരിക്കൽ ഇടുന്നത്. ഡെയിലിക്ക് അധ്വാനിച്ചില്ലെങ്കിൽ ഞാൻ എൻ്റെ നിങ്ങൾക്ക് ഇടാൻ്റെത് മാത്രമല്ല, കുറേ ഡ്രസ്സൊന്നും ഇല്ലല്ലോ. അപ്പം ഞങ്ങൾ ജണ്ടാളതായൊക്കെ കൊണ്ട് 4 നാൾക്കൊരിക്കൽ ഇടുന്നത്. കൊടുത്തു ഗൈസ്. കൊടുത്തിട്ട് ഞാൻ ഉള്ളിലാക്കിയിട്ട് ബാതിലടിച്ച്. ഇല്ലെങ്കിൽ പുറത്തൊക്കെ പോന്നു. അത് ഉള്ളിലിരുന്നിട്ട് കളിക്കുന്നത് നല്ലത്. എന്നിട്ട് ഞാൻ ബാതിലടിച്ച്. എനിക്ക് പണിയുണ്ടിനി.
അങ്ങനെ നാശാക്കാൻ നോക്കുമ്പോൾക്ക് അവിടെ പിട്ട് കല്ല് പോലെ ഇനി ഐസിൽ അതപ്പോൾ അതൊന്നും നടക്കും പോലില്ല. ഞാനപ്പോൾ കുറച്ച് പുട്ടാക്കാന്ന് വിചാരിച്ച് അരി പൊടിച്ചിട്ട് പുട്ടാക്കുന്നതാണ്, വെളുത്ത അരി പൊടിച്ചിട്ട് പുട്ടാക്കാന്ന്. അങ്ങനെ അതിലേക്ക് ഇപ്പോൾ പോയിക്കൊണ്ടുള്ളത്. അതിലേക്ക് ഇപ്പോൾ എന്തെങ്കിലും കറിയും റെഡി ആക്കണം. ഇല്ലെങ്കിൽ ചായ വീട്ടിട്ട് തിന്നതിനും എനിക്ക് കുസിയാണ്. ചായ വീട്ടിട്ട് തിന്നതിനും എനിക്ക് ഇഷ്ടം തന്നെ. ഓ ആയെങ്കും ഇപ്പോൾ പാളെല്ലാം വിത്തി കൊടുത്തെങ്കിൽ തിന്നു അതിനെ. അങ്ങനെ എന്തെങ്കിലും ഒന്ന് റെഡിയാക്കാം ചെട്ടി ഞാൻ പോയിക്കൊണ്ടുണ്ട്. പോകുന്നിട്ട് പിണങ്ങുന്നതിൻ്റെ ഇരുന്നിട്ട് ഞാൻ ബാധലെടുത്തിട്ട് ഇപ്പോൾ വെച്ച് അങ്ങനെയല്ല. അതുമല്ലെങ്കിൽ ഞാൻ പുറത്തൊക്കെ എന്തൊക്കെ ഞാനിപ്പോൾ കിച്ചൺ സൈഡിൽ പുറത്ത് ഞാനെന്തോ എടുക്കാൻ പോയി. ഇപ്പം ബാധലെടുക്കുന്ന കണ്ട് അതിൻ്റെ പിന്നെ ഇപ്പം കരയുന്ന നീ ഓപ്പണാക്കും, ഞാൻ പുറത്ത് പോകുന്നു ഡോർ ഓപ്പണാക്കും. അതിലേക്ക് പണങ്ങുന്നു. ഇന്ന് തന്നെ ഫുഡാക്കണം എന്തോ അടക്കുന്നൊക്കെ കാണുന്നില്ല. ബാ 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 ടി വി വെച്ച് തന്നെ ബാ, ടി വി വെച്ച് തന്നെ ബാ, കിടന്നിന് നോക്ക് ബാ ടി വി വെച്ചിട്ടുണ്ട്. അപ്പോൾ ടി വി വെച്ചിട്ട് കൊടുക്കാന്നല്ല ഞാനും വിളിച്ചോണ്ട് വരുന്നു. ആ വന്നെങ്കിൽ കാണാം, വന്നെങ്കിൽ ഒരു ടി വിൻ്റെ സൗണ്ടെല്ലാം കേട്ടെങ്കോ ഇരിക്കുന്നു. അതിലേക്ക് ഞാൻ വിളിച്ചോണ്ട് വരുന്നു വിളിക്കുന്നു. എല്ലാം അവിടെ എറിഞ്ഞിട്ട് വെച്ചിന് കണ്ട. ഇതിലെല്ലാം നൈറ്റ് ആക്കുന്ന പണി. പിന്നെ നൈറ്റ് ഒരുക്കത്തിന് സ്വഭയിന്ന് പെണ്ണിന് കണക്ക് തന്നെ പണിയല്ലേ എടുത്ത് വെക്കുന്നത്. പിന്നെ നൈറ്റ് ആകുമ്പോൾ വച്ച് നടക്ക് എല്ലാം മോർണിംഗ് തന്നെ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് എത്ര കുറി എടുത്ത് വെച്ചാൽ അത് തന്നെ ആക്കുന്നല്ലേ. അപ്പം അങ്ങനെ സ്വഭയില്ല എല്ലാം പിന്നെ എടുത്തിട്ട് വെക്കുന്നു. വേറിയുമ്പോൾ ഉറങ്ങും എടുക്കുന്നു, പിന്നെ വെക്കുന്നു. പിന്നെ ആരെങ്കിലും പന്തി നല്ല നമ്മളെ പറഞ്ഞ ഇങ്ങനെ ലോട്രാസേക്ക് വെച്ചെന്നിട്ടെല്ലാം എടുത്തോണ്ട് വെച്ചോണ്ടിരിക്കുന്നു. പിന്നെ മോർണിംഗ് ആയാലും പിന്നെ ടി വി വെച്ചിട്ട് നമ്മൾ കുറച്ച് ടി വിനെ നോക്കുന്നു. ഇല്ലെന്നുണ്ടല്ലേ എന്നെ ഉപദ്രവത്തിന് വന്നിടക്കുന്നോട് എന്താക്കും വിടാലെന്ന്. ടി വി കോക്കറോ ഉച്ചരായിട്ടുണ്ടോ ടി വി കോക്കറോ എനിക്ക് എന്തെന്ന് അറിയുന്നില്ല. അതിൻ്റെ സൗണ്ട് കേൾക്കുന്നില്ല. അപ്പം എന്നെ നോക്കുന്നിരുന്നിട്ട് വാക്കറിൽ തേക്കിരേ വാക്കറിൽ തേക്കിരേ വാക്കറിൽ തേക്കിരല്ല ചട്ടെല്ലാം പച്ചക്കിലിട്ട മണിങ്ങ ഓക്കറിൽ തേക്കിരേ എന്നാ ഞാൻ അങ്ങനെ ഞാൻ ചായ വെച്ച് നാഷ്ടൻ്റെ ഉപ്പിട ഇത് തിന്നല്ലേ ബ്രെഡ്. അങ്ങനെ ഉക്കൊപ്പടി വയറ് ഫുള്ളായി. അപ്പോൾ ഞാൻ ചായ കുടിച്ചില്ലെങ്കിൽ എനിക്ക് മൂടിന്ന് കറക്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരിക്കൽ ചായ വെച്ച് കാൽ ചായ ഫസ്റ്റൊക്കെ കുടിക്കണം. അപ്പം എനിക്കൊരു സമാധാനം. അപ്പോൾ ചായ വെച്ചിന് ഉള്ളിൽ ടി വി വെച്ച് കൊടുത്തെങ്കിൽ അവൾക്ക് ഞാൻ അവിടെ ഇരിക്കണം. അപ്പം മാത്രം അവൾ കളിക്കുന്നു. ഇപ്പം അങ്ങനെ എൻ്റെ പയ്യൻ തന്നെ വന്നിരുന്നിനി എന്നെ വെയിറ്റ് ആക്കുന്നു കിടന്നു കണ്ട. അങ്ങനെ വന്നിട്ട് കാക്കുന്നെന്നെ ഉപ്പ വരുന്നുമ്മാന്ന്. എൻ്റെ ഇടക്ക് കുറേ പണിയുണ്ട് വീട്ടിൻ്റെ എല്ലാം ബാക്കിയാന്നാന്ന് കാണുന്നു. അവ ഇന്ന് ബേണിച്ചിന് ജാവ് ബേയും പറഞ്ഞിന്. ഇല്ലെങ്കിൽ ഇതിനകത്ത് ഇപ്പോൾ പറഞ്ഞുന്നോ എന്തോക്കിട്ട് എന്നെ അറിഞ്ഞ് കാണുന്നു ഉമ്മ വീഡിയോ എടുക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പാക്കണല്ലേ എനിക്ക് ബേൻ അടിച്ചിന്. പിന്നെ കോഴിയുണ്ട്. എനിക്ക് കോഴി ഇളക്കിയിട്ടില്ല, കോഴി ഇളക്കുന്നില്ല. 2 നാക്കാലും ചെല്ലെങ്കിൽ ഇപ്പം മൂന്തിയാകുമ്പോൾ എൻ്റെ ഇത് കൂട്ടിൽ വന്നിട്ട് കൂടുന്നില്ല. അപ്പുറത്തെ വരെ സീറ്റിലെല്ലാം നിന്നിട്ട് ഉപദ്രവിക്കുന്നു. കൈക്ക് കിട്ടുന്നില്ല, കഷ്ടമാകുന്നു. 2 നാൾ ഇങ്ങനെ കുറേ നാളായി ഇപ്പം ഇങ്ങനെ കളിപ്പിക്കുന്നു. ഞാൻ കുറേ പിടിച്ചിട്ടുള്ള പിന്നെ നൈറ്റ് ഇപ്പം കിടാവുള്ള കൊണ്ടാണൊക്കെ പുറത്ത് പോയിട്ട് മൂന്തിക്കന്നെ ഇടാനെല്ലാം ആകുന്നില്ല. അപ്പോൾ അങ്ങനെ എന്തായി ഇപ്പം ഞാൻ 2 നായി ഇളക്കുന്നില്ല. കൂട്ടിലൊക്കെ അരിയെല്ലാം ഇട്ടിട്ട് കൊടുക്കുന്നു, അരിയെല്ലാം അതിൽക്കന്നെ ഇട്ടിട്ട് കൊടുക്കുന്നു. അവിടെ തന്നെ ഇതാക്കുന്നു. അങ്ങനെ ഇനിയിപ്പോൾ ഇതായിട്ടാവണോ നോക്കാം. ഇപ്പോൾ 2 നാക്കാലും കൂട്ടിലെന്നെ ഇരുത്തിയിട്ടാകുമ്പോൾ അത് ശരിയാന്നാ. ഇനിയിപ്പോൾ മോന്തിയാകുമ്പോൾ കൂട്ടിലൊക്കെ തന്നെ വന്നത് അതെന്നെ കൂടുന്നെങ്കിൽ നമുക്ക് ടെൻഷനില്ല. ഇത് ഞാൻ എന്നെ പിടിച്ച് കൊട്ടിട്ട് ഇടണു. പിടിച്ചിട്ട് കൊണ്ടുപോയിട്ട് ഇടുന്ന വിഷയമല്ല. അവരെ സീറ്റിലെല്ലാം ഇരുന്നിട്ട് ഉപദ്രവിക്കുന്നു. അപ്പുറത്തെ ഒരു സീറ്റ് ഔട്ടിലെല്ലാം മീത്തെല്ലാം ഇരുന്നിട്ടെല്ലാം ഉപദ്രവിക്കുന്നു. അപ്പം നമുക്ക് അവർ ഉപദ്രവിക്കുമ്പോൾക്ക് ആണില്ലല്ലോ. അതിലേക്ക് വേണ്ടി ഞാനിപ്പോൾ നിരിച്ചിന് ഇപ്പം 2 നാക്കെല്ലാം ഇട്ടിട്ട് നോക്കാം. എന്നിട്ട്
ഇത്ര ഫസ്റ്റെല്ലാം കൂടെ തന്നെ വന്നുകൊണ്ടാണ് ഇപ്പം അങ്ങനെയല്ല ആക്കുന്നു. അപ്പം ഞമ്മക്ക് ടെസ്റ്റ് ഇതാ അവർക്കും ഉണ്ട് കോഴി. അതെ അവർ കോയിലൊക്കത്തുണ്ടല്ലോ അങ്ങനെ ഒക്കത്തെ പോയിട്ട് ഇരിക്കുന്നു. ഇപ്പം നോക്കാം ജണ്ട് നാക്കല് കൂട്ടിലിട്ടിട്ട് ഇനിയിപ്പോൾ ഒരു കൂട്ടിൽ തന്നെ ഇരിക്കുകയും ചെല്ലിട്ട് പിന്നെ അരിയെല്ലാം അതിൻ്റെ ഉള്ളിൽ തന്നെ ഇട്ട് കൊടുത്തങ്ങ ഉള്ളിൽ തന്നെ തിന്നിട്ട് ഇരിക്കുന്നു. ഇന്നലെ ഇളക്കിയിട്ടില്ല, ഇന്നും അളക്കുന്നില്ല എന്ന് ഞാൻ വെച്ചിനി. ഇളക്കി അങ്ങ് ആവല്ല അണക്കന്നെ കഷ്ടമാണ്. കിടാവൂ ഇറങ്ങുന്നില്ല മൂന്തിൽ പിന്നെ അല്ല കുറച്ച് പിന്നെ അങ്ങനെ മൂന്തിൽ പിന്നെ വറങ്ങാത്ത കൊണ്ട് തന്നെ ജാവ് പീയും ഇറങ്ങുന്നത്. അപ്പോൾ അങ്ങനെ ആക്കാൻ ചൊല്ലിയിട്ട് ഞാൻ ബാ ചായ കുടിക്കുക. ബാലി ചായ കുടിച്ച പിന്നെ സ്വറം നാഷ്ട പറ്റ ചായ കുടിക്കുക. ബാ അന്നാ ബാ ഇവിടെ അന്നാ ബാ എന്താക്കറ എടുപ്പുകര ഇവിടെ ടി വി നോക്കാവില്ല വെച്ചിട്ട് ഞാനിത് ഉപ്പലികൻ്റെ ഇല കതിയിട്ട് വെച്ച് ഉപ്പലികൻ്റെ ഇല ബായൻ്റെ ഇല പിന്നെ തുണി നല്ല പോയിട്ട് നല്ല തുണി ഉണ്ടെങ്കിൽ അതിലാക്കാനാണ് ബെൽത്തരി അടിച്ചിട്ട് പൊടിച്ചിട്ട് വെച്ച് ഞാൻ കുറച്ചോ ഇതാക്കാൻ ചെറ്റി ബെൽത്തരി പൊടിച്ചിട്ട് കതിയിട്ട് വെച്ച് ഞാൻ ഉപ്പെല്ലാം ഇട്ടിട്ട് വെച്ചിന്. ഇനിയിപ്പോൾ പുട്ടാക്കാൻ ചെല്ലിട്ട് പുട്ടിൻ്റെ ഇട ഇല്ല എൻ്റെ ഇല്ല. അപ്പോൾ ഞാനിങ്ങനെ ആക്കാമെന്ന് വിചാരിച്ച് തന്തരല്ലിരുന്നു ഞാൻ ഇറങ്ങനെ ആക്കുന്നു. അതിൽ ഫസ്റ്റ് തേങ്ങ ഇട്ടിട്ട് നല്ലതാണ് തിന്നാൻ. നമ്മളെ പിടിയിൽ നിന്ന് കൊടുക്കുന്ന പുട്ടുപോലെ തന്നെ നല്ല ടേസ്റ്റാണ്. നല്ല മെത്തന ഇരിക്കുന്ന തിന്നുമ്പോഴൊക്കൊന്നും ഗട്ടി എന്തില്ല, നല്ല ഹാർട്ടെല്ലാം ഇല്ല. നമ്മളെങ്ങനെ പിടിയിൽ നിന്ന് കൊടുക്കുന്ന അതുപോലെ തന്നെ ആണ്. അപ്പോൾ നമുക്ക് പുട്ടിൻ്റെ ഇട വന്നിട്ടില്ല തൊന്തല്ല ഇങ്ങനെ എൻ്റെ ഇല ബായൻ്റെ തീയില്ല. അപ്പോൾ ഞാൻ ഉപ്പലിക്കൻ്റെ ഇല എടുത്തുകൊണ്ട് വന്നത്, അല്ലെങ്കിൽ ബായൻ്റെ ഇലയെല്ലാം വാങ്ങുന്നു. തുണി വടിക്ക് പറ്റി പിടിക്കുന്നത് പിട്ടെല്ലാം ഇട്ടെങ്കിൽ അങ്ങനെ ഞാൻ തുണി എത്ര യൂസാക്കുന്നതിനായിട്ട് നല്ലതാണ്. എനിക്ക് ബായൻ്റെ ഇല ഈ ഉപ്പലിക്കൻ്റെ ഇല അതെല്ലാം കൂടി നല്ലതാണ്. അപ്പോൾ ഞാൻ ദോശ കറി അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഗട്ടിയായിന് അവർക്ക് നല്ല ഗട്ടിയായിന്. അതിനിപ്പോൾ ഇനി തണ്ണിയാകുന്ന നേരത്ത് തണ്ണിയാവും അല്ല ഞാൻ മീത്ത് വെച്ച് ഫ്രീസറിൽ അങ്ങനെ അത് ആറെ ഗട്ടിയായിന്. അത് തണ്ണിയാകുന്ന നേരത്ത് ഇപ്പം ഞാൻ പുട്ടാവും. അങ്ങനെ ഞാൻ പുട്ട് ഫസ്റ്റ് ആക്കാൻ ചെല്ലിട്ട് ഇത് ഈസിയാന്ന് എനിക്ക് അതിനെ കാക്കുന്ന നേരത്തെ. അപ്പോൾ ഇത് തന്നെ വെക്കാം ഫസ്റ്റ്. എന്നിട്ട് ആന വരുന്ന നോക്കി തുണിയിൽ ഫുള്ള് കവറാക്കിയിട്ട് വന്നുകൊണ്ടുണ്ടു. അപ്പോൾ ഇങ്ങനെ ഇട്ട് കളിക്കുന്ന ഭയങ്കര ഇഷ്ടം. എൻ്റെ ഒരു ഷാൾ വെക്കുന്നില്ല, ഇങ്ങനെ കളിക്കുന്ന ഇട്ടിട്ട് അതിനെ എന്താ അങ്ങനെ കവറാക്കിയിട്ട് വരുന്നു. വെച്ചെന്നെ അങ്ങനെ പുട്ട് വെച്ച് അതിലൊക്കെ എന്തെങ്കിലും ഒരു കറി ഇപ്പോൾ റെഡി ആക്കണം. പിണ്ടിയും വെച്ച് പുട്ടും വെച്ച് ഞാൻ അപ്പുറത്തെ കുക്കറിൽ ഇത് വെച്ച് കടലും കുറച്ച് പട്ടാണി ഉണ്ടാണ് അത് ഞാൻ വെച്ച് വേറെ ഒന്നിനല്ല അത് കുറച്ച് കറിയാക്കാൻ പറ്റി അത് ഇപ്പടി ഉണ്ടാന പിന്നെ നമുക്കത് മതിയാന്ന് അതിലേക്ക് ഞാനത് വെച്ച് വേവും വെച്ചിന്. ഇനിയിപ്പോൾ നമുക്ക് അതിലേക്ക് വേണ്ടി അത് കറി എന്തെങ്കിൽ കായരച്ചിട്ട് കൂട്ട അല്ലെങ്കിൽ പൊടി എന്തെങ്കിലും ഇട്ടിട്ട് ഇതൊന്ന് റെഡിയാക്കണം. ഇപ്പോൾ ഞാൻ ആറായിട്ട് പൊടി ഇട്ടിട്ട് കറിയാക്കുന്ന ആരില്ലല്ലോ എനക്കല്ലേ വേണ്ടിയിട്ട് അങ്ങനെ റെഡിയാക്കുന്നത്. അതാക്കാം. അപ്പം നമ്മളെ കറിയും റെഡിയായി. കടലം പട്ടാണിട്ട് ഞാൻ കറിയും ആക്കി. ഇനി നാശത്തിന് കറിയായി, ഉച്ചക്കുമായി, ജാവക്കുമായി ഇണക്കി കറി റെഡിയായി. പുട്ട് വെന്ത് നല്ല മെത്തനുണ്ട്. കറി പായച്ചുകൊണ്ടുണ്ട്. എണ്ണയിലേക്ക് തുമ്മിക്കണോ.
നാഷ്ട ആക്കാൻ പോകുന്നു. അങ്ങനെ ഞാനിക്കിടാന വർക്കൻ എടുത്തുകൊണ്ട് വന്ന് കുളിപ്പിച്ചിട്ട് നാഷ്ടാക്കിയ സത്തിന് ഇപ്പോൾ ചോറിനെല്ലാം അരിയിടുന്നായിട്ടില്ല, ഓ കേൾക്കുന്നില്ല. അങ്ങനെ ഞാൻ ഓളെ ഫസ്റ്റ് ഓളെ വർക്കിയ പിന്നെ ബാക്കി പണി നോക്കാൻ ചെല്ലി വന്ന് അങ്ങനെ വർക്കിക്കൊണ്ടുണ്ടു. തണ്ണിയും വെച്ച് ഞാൻ ഒരു മീനുണ്ടാകുന്ന അതിന് ഞാൻ തണ്ണിക്കിട്ട് വെച്ചിട്ട് ഐസുണ്ട്, ഐസ് പോകണു ഇതിന്. അങ്ങനെ ഞാൻ ചോറ് കറിയിടാൻ വന്ന് ചോറ് തണ്ണി വെച്ച് തളിച്ചുകൊണ്ടുണ്ടോ അങ്ങനെ അരിയിടുന്നത്. പിന്നെ ഇത് കണക്ക് 2 നേരത്തേക്കുള്ള ചോറ് ഉച്ചക്ക് വന്ന് ജാവക്ക് വന്ന്. പിന്നെ എനിക്ക് ജാവക്ക് നാഷ്ട അത്ര ഇഷ്ടമല്ല, എനിക്ക് ചോറ് തന്നെ ഇഷ്ടം. അതിലൊക്കെ ഞാൻ 2 നേരം ചോറ് വെക്കുന്നത്, കിടാനും ചോറ് തന്നെ കൊടുക്കുന്നു ഞാൻ. പിന്നെ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ഞാൻ നാഷ്ട ആക്കുന്നു ജാവും. മീൻ്റെ ഐസെല്ലാം പോയി. ഇനി മീൻ മുറിച്ചിട്ട് ഇതിനെ പറത്തിട്ട് വെക്കണം, ഞാൻ ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചിന. ഞാൻ മീൻ പറത്തിട്ട് വെച്ച് മുറിച്ചിട്ട് കറിയുണ്ട്, സ്വഭയത്ത് തന്നെ ഉണ്ട്. പിന്നെ കിടാന് ഞാൻ കറി ആക്കുന്നിപ്പോൾ. അങ്ങനെ കിടാന് വേണ്ടായിട്ട് ഞാൻ ബീട്രൂട്ട്, ബട്ടാട്ട, പിന്നെ നീർലി, പിന്നെ വെല്ലുള്ളി ഇട്ടിട്ട് ഞാൻ ഉപ്പ് തണ്ണി വെള്ളമാക്കിക്കൊണ്ടുണ്ട്. കുറച്ച് തണ്ണി വേത്തിട്ട് വേവിക്കാൻ ചെല്ലിട്ട് പിന്നെ കായ്മുളകൊന്നും യൂസ് ആക്കുന്നില്ല, ഒക്കെ കാരാകുന്നില്ല. അങ്ങനെ ഇങ്ങനെ ഉപ്പുതണ്ണി ആക്കിയിട്ട് ഞാൻ ചോറ് കൊടുക്കാനായിട്ട് അങ്ങനെ വേവിക്കൊണ്ടിരിക്കുന്നു. ഇത് വെക്കാം. തേയില കുറച്ച് കായ്മുളകുണ്ട്, അപ്പം അതിനെ കൊടന്നിട്ട് വെക്കാൻ ചെല്ലി ഞാൻ പോയത്. എന്നിട്ട് ബല്ല പോലെ ഇനിയിപ്പോൾ മഴ വന്നിട്ടല്ലോ ഞാൻ അതിനെല്ലാം എടുത്തിട്ട് വെക്കാൻ ചെല്ലി ഞാൻ വന്ന വലിയ വലിയ കായ്മുളകെല്ലാം എടുത്തിട്ട് വെക്കാൻ ചെല്ലി. പിന്നെ വെടക്കായിട്ട് പോലെ വേണ്ട തേയില തന്നെ ഉണ്ടാകാൻ പറ്റിയെന്ന്. കായ്മുളക് കിട്ടിയ കണക്ക് അതിൻ്റെ ഉണ്ട് മാത്രം ചെറുതുള്ളത്. ഞാനിപ്പോൾ എല്ലാം അടിച്ച് ഒത്തരാക്കിയിട്ട് തൂത്തിട്ട് പിന്നെ തുണിയെല്ലാം മടക്കിയിട്ട് വെക്കാൻ എന്നിട്ട് അങ്ങനെയെല്ലാം മഴ വന്നിട്ട് ഉണക്കി ഇടുമ്പോഴൊക്കെ ഞാൻ ഒരിക്കൽ എടുത്ത തുണി ഇതല്ലോ. പണിയായി ഞാൻ പണിയെല്ലാം ആയിട്ട് ഇരുന്നിന്. അതിലേക്ക് ഇടാൻ ഇതെല്ലാം കൊടുക്കണം, ചോറ് കൊടുക്കണം. എണിച്ച് എൻ്റെ പണിയെല്ലാം ആയി പിന്നെ എണിച്ചത് ഞാൻ ഇതെല്ലാം കാണിക്കാനായിട്ടില്ല. അടിച്ചെടുത്ത് തോട്ടുന്നൊന്നും ഞാൻ കാണിച്ചിട്ട് അതെല്ലാം പിന്നെ ഡെയിലി ആകുന്ന പണി തന്നെയല്ലേ, അതെല്ലാം കാണിക്കാനായിട്ടില്ല. എന്നല്ലെങ്കിൽ ഇത് എൻ്റെ എനിക്ക് സ്റ്റാൻഡില്ല, മൊബൈലിക്ക് സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ അതെല്ലാം കാണിക്കാൻ ഈസി ആകട്ടേന്. ഞാനെന്ത് കയ്യിൽ തന്നെ പിടിച്ചിട്ടാവണല്ലോ, എനിക്ക് ഞാനതെല്ലാം കാണിച്ചിട്ടില്ല. ഇനിയിപ്പോൾ പോയിട്ട് അവൾക്ക് ഇതാക്കണോ, എന്ത് ചോറ് കൊടുക്കണം. ചോറ് അടുപ്പിലുണ്ട്, വാർത്തിട്ടിട്ടില്ല. ഗ്യാസിൽ വെച്ചിന്, ഗ്യാസിലുണ്ട്, ഗ്യാസിൽ പഴച്ചുകൊണ്ടുണ്ടോ ചില്ലെങ്കിൽ
നല്ല വേവട്ടെന്ന് വെച്ചിനാവും, ഇല്ലെങ്കിൽ വെന്തില്ലെങ്കിൽ ചോറ് വേവിക്കണമെന്നില്ല കിടാനേ. അപ്പോൾ വെന്തെങ്കിൽ ചോറ് വേവിച്ചെങ്കിൽ നല്ല ഇതാണ് ഇറങ്ങുന്നല്ലേ. അതിലേക്ക് ഞാൻ വേവം വെച്ചിന ചോറ് റൈസ് കുക്കറിൽ വെച്ചങ്ങ് അത്ര മിടുക്ക് പോലെ ഇരിക്കുന്നു. അപ്പോൾ ഞാൻ വേവിക്കുന്നു. പിന്നെ അവൾക്ക് ബീട്രൂട്ടും പൊട്ടാറ്റോൻ്റെ കറി ആക്കിന്. പിന്നെ ഞാൻ മീൻ ഫ്രൈ ആക്കുന്നുണ്ട്, അങ്ങനെ അതും ആയിട്ടില്ല. പിന്നെ പറ്റൽ വെച്ചിന്. പിന്നെ ഇത് കറിയുണ്ട്, സമയത്ത് തന്നെ ഉണ്ട് കറി. ഞാൻ കടലം പടനായിട്ട് കറി ആക്കിനല്ല പുട്ടിന്, അതന്നെ ഉണ്ട്, അതേ ശരിയാക്കുന്നത്. പിന്നെ നമ്മളെ സാധാരണ പണിയായി എൻ്റെ ഉച്ചത്തോളത്തത്. അവ എണിക്കുന്ന മുന്നേ തന്നെ ഞാൻ പണിയെല്ലാം ആക്കിയിട്ട് റെഡി ആയിട്ടിരുന്നത്. ബിംബിയാക്കി എനിക്ക് കാണിച്ചിട്ടില്ല എന്ന് മാത്രം. എൻ്റെ നോട്ടിൽ കുറേ പണിയായി. കാണിക്കാൻ ഞങ്ങൾക്ക് ആയിട്ടില്ല, സ്റ്റാൻഡില്ലാത്ത കൊണ്ട്. ഇല്ലെങ്കിൽ എല്ലാം കാണിക്കട്ടി കവറാക്കട്ടി എല്ലാം. അങ്ങനെ ഇപ്പോൾ എണിച്ചിട്ട് കളിച്ചുകൊണ്ടുണ്ട്. പിന്നെ 9 താരീഖിന് ഉള്ള ഫസ്റ്റ് ബർത്ത്ഡേ. അങ്ങനെ അവൾക്കൊരു ഡ്രസ്സ് എടുക്കണമെന്ന് ഞാൻ നിരീക്ഷിന്. ഗൗജിലൊന്നുമില്ല, സിമ്പിളായിട്ട് തന്നെ ആക്കുന്നത്. നല്ല ഗൗജൊന്നും ആക്കുന്നില്ല, അവളെ വാപ്പില്ലാത്ത കൊണ്ട് സിമ്പിളായിട്ട് തന്നെ ആക്കുന്നത്. അങ്ങനെ പിന്നെ അവളെ വാപ്പുള്ളപ്പോൾ ഒരു കാവത് കൂത്തിയിട്ടൊരു ഗൗജാക്കാന്ന്. ഇപ്പം ഞാൻ മാത്രമായിക്കൊണ്ട് സിമ്പിളായിട്ട് ഒരു ബർത്ത്ഡേ ആക്കുന്ന അന്ന് ക്ലോക്ക് ഉണ്ട്. ഫസ്റ്റ് ബർത്ത്ഡേ ഗൗജാക്കുന്നില്ല. പിന്നെ ഒരു ഡ്രസ്സ് എടുക്കണം. ചങ്ങായിൻ്റെ ചെല്ലിട്ട് വെച്ചിന്. ചങ്ങായി ബിസി വന്നെങ്കിൽ അവളൊക്കത്തെ പോകുന്നു. ഞാൻ ഡ്രസ്സ് എടുക്കണേ ഒറ്റക്ക് തന്നെ പോകണല്ലേ, അവളൊക്കത്തെ പോകുന്ന. അപ്പോൾ ഇന്നലെ ചെല്ലിട്ടാകുമ്പോൾ ഇന്ന് ഫ്രീ ഉണ്ടെങ്കിൽ ചെല്ലാൻ ചെല്ലിനി ഇന്ന്. അപ്പോൾ ഇന്ന് ഫ്രീ ഉണ്ടെങ്കിൽ ഒന്നേ പോന്നു, ഇല്ല. അപ്പോൾ ഇനി ഉച്ചത്തെ ചോറ് കുഴിക്കുന്നത്. ശരി, അപ്പോൾ ഞാൻ ഇപ്പോൾ മീൻ ഫ്രൈ ആക്കാൻ പോകുന്നു. ചോറ് പാത്രം പോകുന്നു ഉണ്ട് ഇരുന്നിട്ട്. ഇനി കൊടുക്കണം, ഞാൻ ചോറെല്ലാം കൊടുക്കണം. എല്ലാം ഉറങ്ങിയാക്കൊണ്ട് ഇനി ഇപ്പം വേത്തിന് ഉറങ്ങല. ഇനി ഒരു ലേറ്റാവും ഉറങ്ങുമ്പോൾക്ക്. ഇനി കുറച്ച് നേരം കളിക്കും ഇരുന്നിട്ട്. അവ എണിക്കുന്ന മുന്നേ വേഗം പണിയാക്കിയാൽ ഞാൻ എണിച്ച പിന്നെ നമുക്ക് പണിയായിട്ട് കിട്ടുന്നില്ല. അങ്ങനെ പത്തരൻ്റെ പണിയെല്ലാം ആയി. ഇനി പോയിട്ട് ഞാൻ ചോറ് കൊടുക്കാൻ പോകുന്നു. അങ്ങനെ ഞാൻ ഫിഷ് ഫ്രൈ ആക്കാൻ വന്നു. അങ്ങനെ ഫിഷ് ഫ്രൈ ആക്കാൻ വെച്ച് ഒന്നല്ല 2-3 പീസ്. അല്ലെങ്കിൽ ഞാനെൻ്റെ കിടാവ് മാത്രം. അപ്പോൾ ഞാൻ 3 പീസ് ഉപ്പിട്ടിട്ട് വെച്ച് തിന്നുന്നില്ല. അല്ലെങ്കിൽ കുറച്ച് കൊടുക്കണം ഉപ്പ് എന്നിട്ട് വെച്ചിന് ഞാൻ. അപ്പോൾ ഫിഷ് ഫ്രൈ എനിക്കിടാണ്ട് ഞാൻ ചോറ് കൊടുക്കാൻ പോകുന്നു. നോക്ക് പൈക്കുന്നു ഉറങ്ങി എനിക്കിടാവല്ല. അങ്ങനെ ഒക്കെ ചോറ് കൊടുക്കാനായിട്ട് അവളെ ഉപ്പ് തന്നെ റെഡിയായിന്. അതിലേക്ക് തേങ്ങ ഇട്ടിട്ടില്ല, തേങ്ങ ഇടുന്നില്ല ഞാൻ. തേങ്ങ ഇട്ടെങ്കിൽ അതിലേക്ക് ഉപ്പ് തന്നെ വില കിട്ടുന്നില്ല. അപ്പോൾ അതിൽ തണ്ണിൻ്റെ തന്നെ വെച്ചിട്ട് ഞാൻ ചോറ് കൊടുക്കാൻ എടുത്തുകൊണ്ട് പോകുന്നു. ഞാൻ കിടാനിതുണ്ട്, ചോറ് കൊടുക്കാൻ വേണ്ടി എടുത്തുകൊണ്ട് വന്നു. കിടാന് മീൻ കൊടുത്തത് കിടാവ് തിന്നിട്ടില്ല. കിടാവ് പാതി തന്നെ ഉരുപ്പെടുത്തിന്നിട്ടാകുമ്പോൾ തന്നെ കിടാന് വേണ്ടെന്നായി. അത് അതറിയില്ല, അവൾക്ക് അത്ര ഇഷ്ടമല്ല മീനല്ല, മുട്ട അങ്ങനെ ഇഷ്ടമല്ല. അങ്ങനെ ഇപ്പം ഞാൻ കിടാൻ്റെ ചോറ് വെച്ചിട്ടല്ല, ഞാൻ ചോറ് വയ്ക്കാൻ നേരത്തെ വന്ന ഞാനിതേ കറി തന്നെ എടുക്കുന്നത്. ചിലപ്പോൾ അവൾക്ക് ഉപ്പ് തന്നെ അവൾക്ക് വെച്ചിട്ട് സുബൈക്ക് ആക്കിയ കറി ഉണ്ട്. ഈ കറി കൂട്ടുന്നില്ല, അത് കാര്യം അങ്ങനെ അതത്ര കൂട്ടുന്നില്ല. അല്ല ഞാൻ ചോറ് വയ്ക്കലിരുന്ന്. അങ്ങനെ ഇപ്പം ചോറെല്ലാം വെച്ച് കിടാവും വെച്ച് എല്ലാം കഴിഞ്ഞ് ചോറിൻ്റെ ഇതായിന സെർക്ക് ഇപ്പം ചായ എന്നെ ഇപ്പം ഉച്ചയെന്ന് പിന്നെ ഇപ്പം എന്തില്ല അതിനെന്തോ ഇല്ല സെർക്ക്. അങ്ങനെ വേറെ ഒന്നുമില്ല. ഇപ്പോൾ ഇനി കുറച്ചൊക്കെ അടക്കണം. കിടാവ് ഇപ്പം ഇറങ്ങല, എണിക്കുമ്പോൾ ലേറ്റായിനല്ല. ഇനി കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് ഉറങ്ങും. അവ ഉറങ്ങാതെ ഞങ്ങൾക്ക് കിടക്കാനാകുന്നില്ല. അങ്ങനെ കുറച്ച് TV നോക്കി കൊണ്ടുകൊണ്ടിരുന്നിട്ട് കുറച്ച് TV നോക്കിയിട്ടാവട്ടെ.
അപ്പോൾ കളിക്കുന്ന കൊണ്ട് ഞാൻ ടി വി നോക്കണം, അല്ലെങ്കിൽ എനിക്ക് അത്ര ഇൻട്രസ്റ്റ് ഇല്ല, ഞാൻ അങ്ങനെ നോക്കുന്നില്ല. പിന്നെ ആരും നോക്കുന്ന മലയാളം മൂവീസ് മാത്രം. മലയാളം അങ്ങനെ കിടാനി പാളല്ലാക്കിയിട്ട് ഞാൻ കൊടുത്തിട്ട് ബിസ്ക്കറ്റ് മുക്കിയിട്ട് കൊടുത്തു. എനിക്ക് ഞാൻ അങ്ങനെ ബിസ്ക്കറ്റ് എല്ലാം തിന്നു. കാപ്പിയാക്കി എടുത്തുകൊണ്ട് വന്നു. ചായ ആക്കിയിട്ടില്ല, ചായപ്പൊടി ഇല്ല. ഞാൻ കാപ്പിപ്പൊടി ഇട്ട് കാപ്പി ആക്കിയിട്ട് എടുത്തുകൊണ്ട് വന്നു. അത് കുടിക്കുന്ന നേരത്തെ എൻ്റെ കിടാവ് എൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു കുറച്ച് നേരം. പിന്നെ ആൾ കാണാതായി. കുറച്ചും കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ട് നോക്കുമ്പോഴൊക്കെ എൻ്റെ കിടാവ് എല്ലാം കണക്ക് പണിയാക്കിയിട്ട് വെച്ചിനി, എല്ലാം ബെലിച്ചിട്ടിട്ട് റെഡിയായിനി. ഒത്തരാക്കി വെക്കുമ്പോൾ ചെല്ലുനി. അങ്ങനെ അവിടെ ആ പണിയെടുക്കുമ്പോൾ ഞാൻ എല്ലാം പോയിട്ട് ഡോർ ഓപ്പൺ ആക്കി, എന്നിട്ട് പുറത്തെടുത്ത കുറച്ച് കാറ്റ് കൊള്ളാതിട്ട് പുറത്തേക്ക് പോയി. കിടാവുള്ളിലുണ്ടല്ലോ എന്ന് എൻ്റെ ഡോർ തുറക്കുന്ന സൗണ്ട് കേട്ടിട്ട് അതിനെല്ലാം അളിക്കിട്ട് എൻ്റെ പയ്യൻ തന്നെ പാഞ്ഞുകൊണ്ട് വന്നിനി. അവൾക്ക് ഡോർ ഓപ്പൺ ആക്കുന്ന സൗണ്ട് കേൾക്കില്ല. പിന്നെ പാഞ്ഞുകൊണ്ട് വരും ജീ മളക്കിട്ട്. പുറത്ത് കാണുന്നതെന്നല്ലെങ്കിൽ പുറത്തേക്ക് വരുന്നതെന്നല്ലെങ്കിൽ അവൾക്ക് ഭയങ്കര ഇഷ്ടം. അപ്പം ഞാനിപ്പോൾ ഇത് അനക്ക് ചോറ് കൊടുക്കാൻ ഭർത്തായി. ഇനിയിപ്പോൾ അവളെ കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ ചോറ് കഴിക്കും. ഞാൻ കിടന്നുറങ്ങും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കാക്കി, ഷെയറാക്കി, കമൻറ്റാക്കി, സബ്സ്ക്രൈബ് ആക്കി. ബൈ.